ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വേദ പെയിൻ്റ് അടിക്കുന്നത് കാണാൻ സുധാകരൻ മാഷും കമലയും വരുന്നുണ്ട്. ആ സമയത്ത് വേദ പറയുന്നുണ്ട് അച്ഛൻ ദേഷ്യപ്പെടുമെന്നൊക്കെ വിചാരിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഞാനാണ് ഈ പെയിൻറ്റ് വാങ്ങിക്കൊണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ അങ്ങനെ അടിക്കേണ്ടെന്ന് എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ മക്കളത് ചെയ്യണ കാണുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ പണിയൊക്കെ നടക്കട്ടെ, പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വേദ പറയുന്നുണ്ട്, അച്ഛ ശ്രീജേട്ടത്തിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ പഴയ ഫർണിച്ചറൊക്കെ എടുക്കട്ടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ആ എടുത്തോളൂ, അതൊക്കെ എടുത്ത് പോളിഷ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവളതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. ശ്രീജേട്ടത്തിൻ്റെ ബിസിനസ്സൊക്കെ പുതിയ നല്ല രീതിയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ കാണിക്കുന്നത് അവർ പെയിൻ്റൊക്കെ മുഴുവൻ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. ശ്രീജേട്ടത്തിൻ്റെ വേണ്ടിയിട്ട് ഫർണിച്ചറൊക്കെ റെഡിയാക്കുന്നുണ്ട് ആ റൂമിൽ. പിന്നെ വേദ വിക്രത്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്താ വേതാളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വേദ വിക്രത്തിനോട് പറയും, വേതാളെന്നൊന്നും വിളിക്കാൻ പാടില്ല, നിങ്ങൾ മലയ്ക്ക് മാലട്ടിന്നല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, അങ്ങനെ വിളിക്കുന്നില്ല, എന്നാൽ പറയൂ വേതാള വനിത രത്നമേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ടെന്ന് അവർ ഭക്ഷണം കഴിക്കാൻ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്നൊക്കെ വിക്രത്തിനെ വിളിക്കുന്നുണ്ട്. എന്തായാലും വിക്രം വരുന്ന സമയത്ത് വീടൊക്കെ പെയിൻ്റ് അടിക്കണം കാണുമ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി കാണുന്ന സമയത്ത് വിക്രത്തിനാണെങ്കിൽ വലിയ സന്തോഷമുണ്ടോ, അച്ഛൻ്റെ മനസ്സൊക്കെ ഇത്തിരി മാറാൻ തുടങ്ങി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഈ മണ്ഡലകാലം കഴിയുമ്പോഴേക്കും നമ്മുടെ വേദ വിക്രത്തിനെയും മാഷിനെയും കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ദിവസേന വിക്രത്തിനെ കൂട്ടിയിട്ട് അമ്പലത്തേക്ക് പോകുന്നുണ്ട്. വേദയായിട്ട് വിക്രമാണെങ്കിലും കൂടുതൽ അടുക്കുന്നുണ്ട്. അവർ രണ്ടാളും നല്ല തമാശയൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ കഴിയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഇപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിൽ ഒരു ഇത്തിരി സന്തോഷമുണ്ട്, ഞാൻ മലയ്ക്ക് പോകുന്നുണ്ട്, ഇത്തിരി എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ട്, അതുകൊണ്ട് ഇനി നീ ആ പഴയ കാര്യമൊന്നും കുത്തിപ്പൊക്കിയിട്ട് നമ്മളെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ്ട, അതൊക്കെ കഴിഞ്ഞില്ല, ഇനി ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട, ഇങ്ങനെ പോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വേദ പറയുന്നുണ്ട്, എന്നാൽ ശരി, ഞാൻ അനുസരിക്കാൻ നിങ്ങളെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ശ്രീനിവാസൻ സാറായിട്ടുള്ള എല്ലാ ബന്ധം ഒഴിവാക്കുമെന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് തരൂ എന്നൊക്കെ പറയുന്നുണ്ട്. വിക്രം അത് മനസ്സോടെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ അച്ഛമ്മ വിക്രം മലയ്ക്ക് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. കെട്ട് നിറച്ച് പോകുന്നത് കാണാൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദോട് പറയണ്ടേ, എന്തായാലും നമ്മൾ മകനെയും അച്ഛനെയും കൂടുതൽ അടുപ്പിക്കണം, അതിന് എൻ്റെ അടുത്തൊരു വിദ്യ ഉണ്ട് എന്നൊക്കെ പറയണേ. എന്തായാലും നമ്മുടെ വേദയ്ക്ക് അച്ഛമ്മ ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്രത്തോളം കുടുംബം നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകണേന് അവൾക്കൊരു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ശ്രീകാന്തും വാസവനും കൂടിയിട്ട് നമ്മുടെ വിക്രത്തിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. വിക്രത്തിനെ അടിക്കാൻ ഗുണ്ടകളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. എന്തായാലും അവൻ തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പ്, കാരണം അവൻ മലയ്ക്ക് മാലട്ടുന്നില്ല. എന്തായാലും വേദമുള്ള കാലം വിക്രത്തിനൊന്നും സംഭവിക്കും, അവൾ സമ്മതിക്കില്ല. അവളെന്തായാലും അടിക്കുമ്പോഴേക്കും അവൻ്റെ ദേഹത്ത് പോയി കടന്നിട്ട് പറഞ്ഞിട്ട് ആദ്യം എന്നെ അടിച്ചിട്ട് മതി വിക്രത്തിനെ അടിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.